ഹലോ വിവേഴ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് റവയും മൈദയും സവോളയും കൂടിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ, 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവ എടുക്കുകയാണെന്ന് വെച്ചാൽ 1/4 കപ്പ് മൈദ എടുക്കണം. പിന്നെ കുറച്ച് തൈര് വേണം. തൈര് അധികം പുളിയുള്ള തൈര് വേണ്ട, ഒരു മീഡിയം സൈസ് പുളിയുള്ള തൈര് എടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് സവാള, ഒരു ചെറിയൊരു സവാള ചെറുതാക്കി നുറുക്കിയെടുത്ത് വേണം. വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ അതിലേക്ക് പച്ചമുളക് ഒരെണ്ണം ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം ഒരു 1/4 സ്പൂണ്. പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം ചെറുതായി നുറുക്കിയെടുത്ത്. കരിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ മല്ലിയില വേണം. പിന്നെ ഉപ്പ് വേണം ആവശ്യത്തിന്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും വേണം, ഒരു പിഞ്ച്. ഇത്ര സാധനമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ കുറച്ച് വറുത്തെടുക്കാൻ എണ്ണയും വേണം. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം. മൈദ അല്ല, റവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഉപ്പും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി അതിലേക്ക് നമുക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു 10 മിനിറ്റ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് മല്ലിയില, കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി, ജീരകം, ഇതെല്ലാം കൂടി, ഉള്ളി, സവാള, ഇതും എല്ലാം കൂടി നമുക്കതിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു ലേശം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഉപ്പ് നോക്കി, ഉപ്പെല്ലാം ശരിയാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ. നമുക്ക് എണ്ണയൊന്ന് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതേമാതിരി എടുക്കുന്നുണ്ടല്ലേ. എന്നിട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് വാങ്ങാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ റവയും മൈദയും സവോളയും കൂടിയിട്ടുള്ള 4 മണി പലഹാരം റെഡിയായി. ഇത് നമുക്ക് ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.